എല്ലാവർക്കും BM മീഡിയയിലേക്ക് സ്വാഗതം. നമ്മുടെ SCRT സീരീസിൽ വീഡിയോസുകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ വിഷയം ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങൾ എന്ന SCRT ഭാഗമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങൾ. അവകാശങ്ങളുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ഒരു ഉദാഹരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചിങ്ങനെ പോയാൽ മതി. 1982 ഏഷ്യൻ ഗെയിംസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഗവൺമെൻറ് ഏതാനും കുറച്ച് കോൺട്രാക്ടർമാരെ ഏൽപ്പിച്ചു. മേൽപ്പാതകളും സ്റ്റേഡിയങ്ങളും നിർമ്മിക്കുന്നതിന് ഈ കരാറുകാർ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ദരിദ്രരായ നിർമ്മാണ തൊഴിലാളികളെയാണ് ഉപയോഗിച്ചിരുന്നത്. മോശമായ ജീവിത സാഹചര്യത്തിലാണ് അവരെ പാർപ്പിച്ചത്. മിനിമം കൂലി പോലും നൽകുവാൻ അവർ തയ്യാറായിരുന്നില്ല. അവരുടെ ദയനീയ സാഹചര്യത്തെക്കുറിച്ച് പഠനം നടത്തിയ സാമൂഹ്യ ശാസ്ത്രജ്ഞരുടെ ഒരു സംഘം സുപ്രീം കോടതിയിൽ ഇതിനെ സംബന്ധിച്ച് സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള കുറഞ്ഞ കൂലി നൽകാതെ ജോലി ചെയ്യിപ്പിക്കുന്നത് അടിമപ്പണിക്കോ അല്ലെങ്കിൽ നിർബന്ധിത ജോലിക്കോ തുല്യമാണെന്നും അത് മൗലികാവകാശങ്ങളുടെ ലംഘനമാണെന്നും വാദിച്ചു. ഈ വാദം കോടതി സ്വീകരിക്കുകയും ആയിരക്കണക്കിന് വരുന്ന ഈ തൊഴിലാളികൾക്ക് സർക്കാർ നിർദ്ദേശിച്ച മിനിമം കൂലി ലഭ്യമാകുന്നത് ഉറപ്പുവരുത്തണമെന്ന് സർക്കാരിനോട് നിർദ്ദേശിക്കുകയും ചെയ്തു. ഭരണഘടന ഉറപ്പു നൽകുന്ന ചൂഷണത്തിനെതിരെയുള്ള അവകാശം ഈ തൊഴിലാളികൾക്ക് നീതി ഉറപ്പുവരുത്തി. അപ്പോൾ ഇത് ചൂഷണത്തിനെതിരെയുള്ള അവകാശം, അതിൻ്റെ ഒരു ഉദാഹരണമാണ്. മാച്ചൽ ലാലംലിംഗിനെ 23 വയസ്സുള്ളപ്പോൾ ക്രിമിനൽ കുറ്റത്തിന് അറസ്റ്റ് ചെയ്തു. അസമിലെ ചുബുരി ഗ്രാമത്തിലെ നിവാസിയായിരുന്നു അദ്ദേഹം. വിചാരണ സമയത്ത് മാനസിക നില തെറ്റിയതായി കാണപ്പെട്ടതിനാൽ അദ്ദേഹത്തെ തേജ്പൂരിലെ ലോക്പ്രിയ ഗോപിനാഥ് ബർദോളായി മാനസിക ആശുപത്രിയിലേക്ക് അയച്ചു. 1967 1996 മാച്ചൽ ലാലംലിംഗിനെ ചികിത്സിച്ചിരുന്ന ഡോക്ടർമാർ അദ്ദേഹത്തിൻ്റെ ചികിത്സ വിജയകരമായതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ വിചാരണ നേരിടുവാൻ യോഗ്യനാണെന്ന് കാണിച്ച് ജയിലധികാരികൾക്ക് കത്തെഴുതി. പക്ഷേ ആരും ഈ എഴുത്തിന് ശ്രദ്ധ കൊടുത്തില്ല. മാച്ചൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തന്നെ തുടർന്നു. മാച്ചൽ ലാലംഗിനെ 2005 ജൂലൈയിൽ മോചിപ്പിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് 77 വയസ്സുണ്ടായിരുന്നു. 54 വർഷം അദ്ദേഹം കസ്റ്റഡിയിൽ ചെലവാക്കി. ആ കാലയളവിൽ അദ്ദേഹത്തിൻ്റെ കേസ് വിചാരണയ്ക്ക് വന്നതേയില്ല. സംസ്ഥാനത്ത് വിചാരണ ചെയ്യപ്പെടാതെ കിടന്നിരുന്ന കേസുകൾ പരിശോധിക്കുന്നതിന് വേണ്ടി മനുഷ്യാവകാശ കമ്മീഷൻ നിയമിച്ച ഒരു സംഘം ഇടപെട്ടത് കൊണ്ടാണ് അയാളെ മോചിപ്പിച്ചത്. ഇന്ത്യൻ ഭരണഘടന ഓരോ പൗരനും ജീവിക്കാനും സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം നൽകുന്നുണ്ട്. ന്യായവും കാലതാമസവുമില്ലാതെ വിചാരണക്കുള്ള അവകാശം ഏതൊരു പൗരനും ഉണ്ടായിരിക്കണമെന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ നീതി നിഷേധിക്കപ്പെട്ടതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ മോഹൻലാൽ ആലം സിംഗിൻ്റെ കേസ് ചൂണ്ടിക്കാണിച്ചത്. അടുത്തത് അവകാശ പത്രിക. മിക്ക ജനാധിപത്യ രാജ്യങ്ങളുടെയും ഭരണഘടനയിൽ പൗരന്മാരുടെ അവകാശങ്ങളുടെ ഒരു പട്ടിക ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭരണഘടനയിൽ ഉൾപ്പെടുത്തി സംരക്ഷിച്ചിട്ടുള്ള അത്തരം അവകാശങ്ങളുടെ പട്ടികയെ വിളിക്കുന്നതാണ് പേരാണ് അവകാശ പത്രിക. അപ്പോൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി സംരക്ഷിച്ചിട്ടുള്ള പൗരന്മാരുടെ അവകാശങ്ങളുടെ ഒരു പട്ടികയാണ് അവകാശ പത്രിക എന്ന് പറയുന്നത്. അവകാശ പത്രിക വ്യക്തികളുടെ അവകാശങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നതിൽ നിന്ന് ഗവൺമെൻറ്റിനെ വിലക്കുകയും അവകാശ ലംഘനം ഉണ്ടായാൽ അതിനുള്ള പരിഹാരം ഉറപ്പാക്കുകയും ചെയ്യുന്നു. അവകാശ പത്രിക വ്യക്തികളുടെ അവകാശങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നതിൽ നിന്ന് ഗവൺമെൻറ്റിനെ വിലക്കുന്നുണ്ട്. അവകാശ ലംഘനം ഉണ്ടായാൽ അതിനുള്ള പരിഹാരം ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു വ്യക്തിയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്തം ഗവൺമെൻറ്റിനുണ്ട്. നേരെ മറിച്ച് ഗവൺമെൻറ്റിൻ്റെ വിവിധ ഘടകങ്ങളുടെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, ഉദ്യോഗസ്ഥവൃന്ദം, നീതിന്യായ വിഭാഗം പ്രവർത്തനത്താൽ വ്യക്തിയുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടേക്കാം. വ്യക്തിയുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഗവൺമെൻറ്റിനുണ്ട്. പക്ഷേ ഈ
പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു ഇതിൻ്റെ പ്രവർത്തന ഫലമായിട്ട് ചിലപ്പോൾ അവകാശങ്ങൾ ലംഘിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നോക്കാം. 1928 അവകാശ പത്രിക വേണമെന്ന് ആവശ്യമുന്നയിച്ച കമ്മിറ്റി മോത്തിലാൽ നെഹ്റു കമ്മിറ്റി. അപ്പോൾ 1928 മോത്തിലാൽ നെഹ്റു കമ്മിറ്റിയാണ് അവകാശ പത്രിക വേണമെന്ന് ആവശ്യമുന്നയിച്ചത്. ഭരണഘടന രൂപീകരിക്കുന്ന വേളയിൽ പ്രത്യേകം സംരക്ഷിക്കപ്പെടേണ്ട അവകാശങ്ങളുടെ ഒരു പട്ടിക തന്നെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുകയുണ്ടായി. അവ അറിയപ്പെടുന്നത് മൗലികാവകാശങ്ങൾ. ഭരണഘടന രൂപീകരിക്കുന്ന വേളയിൽ പ്രത്യേകം സംരക്ഷിക്കപ്പെടേണ്ട അവകാശങ്ങളുടെ ഒരു പട്ടിക തന്നെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. അവയാണ് മൗലികാവകാശങ്ങൾ എന്നറിയപ്പെടുന്നത്. മൗലികാവകാശങ്ങൾ വളരെ പ്രാധാന്യമേറിയതിനാൽ ഗവൺമെൻറ് തന്നെ അവ ലംഘിക്കുകയില്ലെന്ന് ഭരണഘടന ഉറപ്പുവരുത്തുന്നു. അത്രയും ഇമ്പോർട്ടൻ്റാണ് മൗലികാവകാശം. അപ്പോൾ അവ ലംഘിക്കുന്നില്ലെന്ന് ഗവൺമെൻറ് ലംഘിക്കുന്നില്ല എന്നുള്ളത് ഭരണഘടന തന്നെ ഉറപ്പുവരുത്തുന്നുണ്ട്. സാധാരണയായി നിയമപരമായ അവകാശങ്ങളെ സംരക്ഷിക്കുന്നതും നടപ്പിലാക്കുന്നതും സാധാരണ നിയമങ്ങൾ ആണെങ്കിൽ മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്നതും ഉറപ്പുവരുത്തുന്നതും രാജ്യത്തെ ഭരണഘടനയാണ്. ബാക്കിയുള്ള നിയമപരമായ അവകാശങ്ങളൊക്കെയാണ് സംരക്ഷിക്കുന്നത് സാധാരണ നിയമമാണ്, ഓർഡിനറി ലോസാണ്. പക്ഷേ നമ്മുടെ മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്നത് ഭരണഘടന തന്നെയാണ്. സാധാരണ നിയമങ്ങളെ ലളിതമായ നടപടിക്രമത്തിലൂടെ ഭേദഗതി ചെയ്യുമ്പോൾ മൗലികാവകാശങ്ങൾ ഭേദഗതിക്ക് ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ സാധ്യമാവൂ. സാധാരണ നിയമങ്ങളെ നമുക്ക് ലളിതമായ രീതിയിൽ ചെറിയ പ്രൊസീജിയർ മതി, നടപടിക്രമങ്ങളിലൂടെ നമുക്ക് മാറ്റങ്ങൾ വരുത്താം, ഭേദഗതി ചെയ്യാം. പക്ഷേ മൗലികാവകാശങ്ങളിൽ എന്തെങ്കിലും ഭേദഗതി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭരണഘടനാ ഭേദഗതി തന്നെ ചെയ്യേണ്ടി വരും. കാര്യനിർവഹണ വിഭാഗത്തിൻ്റെയും നിയമനിർമ്മാണ വിഭാഗത്തിൻ്റെയും പ്രവർത്തനങ്ങൾ മൗലികാവകാശങ്ങളെ ലംഘിക്കുകയോ അന്യായമായ രീതിയിൽ പ്രവർത്തിക്കുകയോ ചെയ്താൽ ഇത്തരം പ്രവർത്തികളെ നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കാൻ അധികാരമുള്ള വിഭാഗം നീതിന്യായ വിഭാഗം. മൗലികാവകാശങ്ങൾ പരിപൂർണമോ അനിയന്ത്രിതമോ അല്ല. അതിനുമേൽ ഗവൺമെൻറ്റിന് യുക്തിപരമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താവുന്നതാണ്. മൗലികാവകാശങ്ങൾ ഒരിക്കലും പരിപൂർണമോ അല്ലെങ്കിൽ അനിയന്ത്രിതമോ അല്ല. അതിനുമേൽ ഗവൺമെൻറ്റിന് യുക്തിപരമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താവുന്നതാണ്. മൗലികാവകാശങ്ങളിൽ ഉണ്ടായിരുന്ന സ്വത്തവകാശം, സ്വത്തിനുള്ള അവകാശം അങ്ങനെ ഒഴിവാക്കിയത് അതാണ്. ഈ യുക്തിപരമായ നിയന്ത്രണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതെടുത്ത് ഒഴിവാക്കിയത്. 1979 ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശം മൗലികാവകാശത്തിൽ നിന്ന് ഒഴിവാക്കിയത്. ദക്ഷിണാഫ്രിക്കൻ ഭരണഘടനയിലെ അവകാശ പത്രിക. ദക്ഷിണാഫ്രിക്കൻ ഭരണഘടന നിലവിൽ വന്നത് 1996 ഡിസംബറിൽ. 1996 ഡിസംബറിലാണ് ദക്ഷിണാഫ്രിക്കൻ ഭരണഘടന നിലവിൽ വന്നത്. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചന ഗവൺമെൻറ്റിനെ പിരിച്ചുവിടലിനെ തുടർന്നുണ്ടായ ആഭ്യന്തര ഭീഷണിയുടെ പശ്ചാത്തലത്തിലാണ് ഭരണഘടന രൂപീകരണവും പ്രഖ്യാപനവും നടന്നത്. ജനാധിപത്യത്തിൻ്റെ മൂലക്കല്ലായിട്ടാണ് അവകാശ പത്രികയെ ദക്ഷിണാഫ്രിക്ക വിശേഷിപ്പിക്കുന്നത്. എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള വിവേചനമാണ് ദക്ഷിണാഫ്രിക്കൻ ഭരണഘടന വിലക്കിയിരിക്കുന്നത്? വർഗം, ലിംഗം, ഗർഭം, വൈവാഹിക പദവി, വംശം, വർണ്ണം, വയസ്സ്, വൈകല്യം, മതം, മനസാക്ഷി, വിശ്വാസം, സംസ്കാരം, ഭാഷ, ജനനം. ഇത്രയും കാര്യങ്ങളുടെ പേരുള്ള വിവേചനമാണ് ദക്ഷിണാഫ്രിക്കൻ ഭരണഘടന വിലക്കിയത്. ദക്ഷിണാഫ്രിക്കൻ ഭരണഘടനയിൽ ഉൾപ്പെട്ടിട്ടുള്ള ചില അവകാശങ്ങൾ: അന്തസ്സിനുള്ള അവകാശം, റൈറ്റ് ടു ഡിഗ്നിറ്റി. സ്വകാര്യതയ്ക്കുള്ള അവകാശം, റൈറ്റ് ടു പ്രൈവസി.
മാന്യമായ തൊഴിൽ ചെയ്യാനുള്ള അവകാശം, റൈറ്റ് ടു ഫെയർ ലേബർ പ്രാക്ടീസസ്. ആരോഗ്യകരമായ പരിസ്ഥിതിക്കും പരിസ്ഥിതി സംരക്ഷണത്തിനുമുള്ള അവകാശം, റൈറ്റ് ടു ഹെൽത്തി എൻവയോൺമെൻറ്റ് ആൻഡ് റൈറ്റ് ടു പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെൻറ്റ്. പാർപ്പിട സൗകര്യത്തിനുള്ള അവകാശം, റൈറ്റ് ടു അഡീക്വേറ്റ് ഹൗസിംഗ്. ആരോഗ്യ പരിപാലനം, ഭക്ഷണം, ജലം, സാമൂഹിക സുരക്ഷ എന്നിവയ്ക്കുള്ള അവകാശം, റൈറ്റ് ടു ഹെൽത്ത് കെയർ, ഫുഡ്, വാട്ടർ ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി. കുട്ടികളുടെ അവകാശങ്ങൾ, ചിൽഡ്രൻസ് റൈറ്റ്. അടിസ്ഥാന വിദ്യാഭ്യാസത്തിനും ഉന്നത വിദ്യാഭ്യാസത്തിനുമുള്ള അവകാശം, റൈറ്റ് ടു ബേസിക് ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ. സാംസ്കാരികവും മതപരവും ഭാഷാപരവുമായ വിഭാഗങ്ങളുടെ അവകാശം, റൈറ്റ് ടു കൾച്ചർ, റിലീജിയസ് ആൻഡ് ലിംഗ്വിസ്റ്റിക് കമ്മ്യൂണിറ്റീസ്. വിവരാവകാശം, റൈറ്റ് ടു ഇൻഫർമേഷൻ. ഒരു പ്രത്യേക ഭരണഘടനാ കോടതിയാണ് ഈ അവകാശങ്ങൾ നടപ്പിൽ വരുത്തുന്നത്. ഇന്ത്യൻ ഭരണഘടന ഭാഗം 3 മൗലികാവകാശങ്ങൾ. നമുക്ക് ഈ ഇന്ത്യൻ ഭരണഘടനകളിലെ ആർട്ടിക്കിളും ഷെഡ്യൂളുകളൊക്കെ ഒന്ന് പഠിച്ച് മുന്നോട്ട് പോകാം. അതിൽ ഭാഗം 3 മൗലികാവകാശങ്ങളെ പറ്റി ഇന്ത്യൻ ഭരണഘടനയിൽ ഭാഗം 3 വിശദീകരിക്കുന്നത്. ഇനി മൗലികാവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സമത്വത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഈക്വാലിറ്റി. നിയമത്തിന് മുന്നിൽ തുല്യത, തുല്യ നിയമ പരിരക്ഷ, മതം, വർഗം, ജാതി, ലിംഗം, ജനന സ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനങ്ങളുടെ നിരോധനം. ഹോട്ടലുകൾ, കടകൾ, കിണറുകൾ, കുളങ്ങൾ, പൊതുസ്നാനഘട്ടങ്ങൾ, പൊതുനിരത്തുകൾ എന്നിവിടങ്ങളിൽ തുല്യ പ്രവേശനം. പൊതുജോലികളിൽ അവസര സമത്വം, ഐത്തനിർമാർജനം, സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ. ഇത്രയാണ് സമത്വത്തിനുള്ള അവകാശത്തിൽ വരുന്നത്. അടുത്തത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഫ്രീഡം. അഭിപ്രായ പ്രകടനത്തിനും ആവിഷ്കാരത്തിനുമുള്ള സ്വാതന്ത്ര്യം, സമാധാനപരമായി സമ്മേളിക്കാനുള്ള അവകാശം, സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം, ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവകാശം, ഇന്ത്യയിൽ എവിടെയും താമസമാക്കാനുള്ള അവകാശം, ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യുന്നതിനും വ്യവസായത്തിലും കച്ചവടത്തിലും ഏർപ്പെടുന്നതിനുമുള്ള അവകാശം. അത്രയാണ്. പിന്നെ കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച സംരക്ഷണം, ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ചില കേസുകളുമായി ബന്ധപ്പെട്ടുള്ള ശിക്ഷയിൽ നിന്നും അറസ്റ്റിൽ നിന്നുമുള്ള പരിരക്ഷ. ഇത്രയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന മൗലികാവകാശങ്ങളുടെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ. അടുത്തതാണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശം, റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. മനുഷ്യ വ്യാപാരത്തിനെതിരെയും നിർബന്ധിത ജോലിക്കെതിരെയുമുള്ള അവകാശം, കുട്ടികളെ കൊണ്ട് അപകടകരമായ രീതിയിൽ ജോലി ചെയ്യിക്കുന്നതിനുള്ള നിരോധനം. ഈ ചൂഷണത്തിനെതിരെയുള്ള അവകാശത്തിൻ്റെ ഒരു ഉദാഹരണമാണ് മുകളിൽ നമ്മൾ പറഞ്ഞ മിനിമം കൂലി പോലും കൊടുക്കാതെ 1982 പണിയെടുപ്പിച്ചത് കോടതി വിധി വന്നൊക്കെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞില്ലേ, അത് ഇതിനുള്ള ഈ ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണ്. അതാണ് കോടതി മൗലികാവകാശ ലംഘനമായി കണ്ടെത്തി അതിനെതിരെ ഉത്തരവിട്ടത്. അടുത്തത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. മനസാക്ഷി സ്വാതന്ത്ര്യം, മതവിശ്വാസത്തിനും മതാചരണത്തിനും മതപ്രചരണത്തിനുമുള്ള സ്വാതന്ത്ര്യം, മതപരമായ കാര്യങ്ങളുടെ നടത്തിപ്പിനുള്ള അവകാശം, ഏതെങ്കിലും പ്രത്യേക മതത്തെ പരിപോഷിപ്പിക്കുന്നതിനായി നികുതി നൽകുന്നത് സംബന്ധിച്ച സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനത്തിലോ ആരാധനയിലോ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യം. ഇത്രയാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ് ഇത്രം. അടുത്തത് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ.
അതിൽ വരുന്നത് ന്യൂനപക്ഷങ്ങളുടെ ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും സംരക്ഷണം. ന്യൂനപക്ഷ വിഭാഗങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശം. സാംസ്കാരികവും വിദ്യാഭ്യാസമായ അവകാശങ്ങളാണ്. ന്യൂനപക്ഷങ്ങളുടെ ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും സംരക്ഷണം, ന്യൂനപക്ഷങ്ങൾക്ക് വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശം. ഈ ഒരു അവകാശം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് ന്യൂനപക്ഷ സംഘടനകൾ അവരുടെ കീഴിൽ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി റിട്സ്, ഉത്തരവുകൾ, നിർദ്ദേശങ്ങൾ എന്നിവ പുറപ്പെടുവിക്കുന്നതിനായി കോടതിയെ സമീപിക്കാനുള്ള അവകാശം. അതാണ് മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി റിട്ടുകൾ, ഉത്തരവുകൾ, നിർദ്ദേശങ്ങൾ എന്നിവ പുറപ്പെടുവിക്കുന്നതിനായി കോടതിയെ സമീപിക്കാനുള്ള അവകാശം. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശത്തിൽ വരുന്ന ഭാഗമാണത്. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്.